PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടതോടെ തൊട്ടതെല്ലാം പൊന്നാക്കി മാഹി പന്തക്കലിലെ IK കുമാരൻ ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് കൃത്യമായി പണം ലഭിച്ചു തുടങ്ങിയതോടെ കൃത്യമായ വികസനം ഉണ്ടാവുകയും സ്കൂളിന്റെ നിലവാരം തന്നെ ഉയരുകയും ചെയ്തു. 2 വർഷത്തോളമായി മാഹി പന്തക്കലിലെ IK കുമാരൻ ഹയർ സെക്കൻഡറി സ്കൂൾ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ട് സ്കൂളിന്റെ ആവശ്യത്തിനായി അധികൃതർക്ക് കത്തെഴുതി കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് PM ശ്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പദ്ധതി ആരംഭിച്ച ഘട്ടം മുതൽ കൃത്യമായ ഇടവേളകളിൽ സ്കൂളിന്റെ വികസനത്തിനായി കേന്ദ്ര ഫണ്ട് എത്തിത്തുടങ്ങി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉൾപ്പെടെ സ്കൂളിൽ PM ശ്രീയുടെ ടച്ച് കാണാം. അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മൾ പരമാവധി സ്കൂളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ സയൻസ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനും, അതുപോലെ ഫ്രീ എഡ്യൂക്കേഷണൽ ടൂറ് സ്കൂളിലുള്ള 6 മുതൽ 12 വരെ വരുന്ന ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഫ്രീ എഡ്യൂക്കേഷൻ ടൂറ്, പിന്നെ ഗേൾസ് ടോയ്ലറ്റിൽ ചെറിയ മാറ്റങ്ങൾ, ഡോറൊക്കെ പോയതും അതുപോലെ പുതിയ ക്ലോസറ്റുകളൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്യാനും, വാഷ് ബേസിൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്കൂളിലുള്ള മൊത്തം ക്ലാസ് മുറികളിലും ഫാന്, ലൈറ്റ്, ട്യൂബൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ പോയതും അതുപോലെ പുതിയത് വാങ്ങിക്കാനൊക്കെ നമുക്ക് റിപ്പയറിങ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറിയുടെ ലാബുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 ലാബുകളും നമുക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിയിട്ട് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാബും മോഡിഫൈ ആയിട്ടുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ച് അഡൽ ടിങ്കറിംഗ് ലാബ് ഉൾപ്പെടെയുള്ള അത്ഭുതപ്പെടുത്തുന്ന വികസനങ്ങളാണ് PM ശ്രീ പദ്ധതിയിലൂടെ ഈ സ്കൂളിന് ഉണ്ടായത്. ഏറ്റവും ഒടുവിലായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ CBSE മാറിയിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സ്റ്റേറ്റ് സിലബസുമായിട്ട്. അപ്പം മൊത്തത്തിൽ വരുന്നത് നമ്മൾ വോളിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമ്മൾ അവിടെ പിന്നെ സ്റ്റേറ്റ് സിലബസിൽ 2 സൊല്യൂഷൻസ് നമ്മൾ ഓൾറെഡി കൊടുക്കും. അത് മേക്കപ്പ് വേണ്ടു കുട്ടികൾ ടൈട്രേഷൻ ചെയ്യുമ്പോഴും. പക്ഷേ ഇവിടെ വെയിങ് മെഷീനിൽ കുട്ടികൾ വെയിറ്റ് ചെയ്തെടുക്കണം. അതിനൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് സാധനം നമുക്ക് PM ശ്രീയിലൂടെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ളതെന്ന് വെച്ചാൽ 40 സ്റ്റുഡൻ്റാണ് നമ്മളെ ബാച്ചിലുള്ളത്. ഒരു ടൈമിൽ നമുക്ക് 40 സ്റ്റുഡൻസിനെ എൻട്രി ചെയ്തിട്ട് ഇതെല്ലാം, അതായത് വോളിമെട്രിക് ആയാലും സോൾട്ട് അനാലിസിസ് ആയാലും ചെയ്യേണ്ട സംവിധാനം ഇവിടെയുണ്ട്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, സാധാരണ കെമിസ്ട്രി ലാബിലൊന്നും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവാറില്ല, പക്ഷേ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. PM ശ്രീയിലൂടെ സ്കൂളിൻ്റെ ശ്രീ വർദ്ധിച്ചെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. PM ശ്രീ ആയ ശേഷം ക്ലാസ്സുകളിലൊക്കെ ഇപ്പോൾ ഇൻ്ററാക്റ്റീവ് പാനൽ ബോർഡ് വഴിയാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. അപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വീഡിയോസൊക്കെ കണ്ട് പഠിക്കുമ്പോൾ സമയത്ത് അതിൻ്റേതായ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ലാബിലൊക്കെ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടി ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട്, പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് PM ശ്രീൻ്റെ വഴി. അതുപോലെ ഇപ്പോൾ ഓരോ വർഷവും സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് ടൂർ കൊണ്ടുപോകുന്നുണ്ട് PM ശ്രീ ഫണ്ട് വഴി. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ടൂർ പോകാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് ടൂർ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പദ്ധതിയിലൂടെ അടുത്ത ഘട്ട വികസനത്തിനായി സ്കൂൾ തയ്യാറെടുക്കുകയാണ്. ഒരു പദ്ധതിക്ക് വേണ്ടിയും കാത്തിരിക്കേണ്ട, കൃത്യമായ ഇടവേളകളിൽ വികസന പദ്ധതികളൊക്കെ തേടി വരും. അതാണ് PM ശ്രീ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ നേർസാക്ഷ്യം തന്നെയാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്കൂളും. K. സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, മാഹി. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, വളരെയധികം സന്തോഷമാണ് അല്ലേ IK കുമാരൻ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായ മാറ്റങ്ങൾ കണ്ടിട്ട്. ഇത്തരം മാറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് വേണം. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ സർക്കാരിൻ്റെ നിലപാട് അല്ലെങ്കിൽ ആ മെല്ലെപ്പോക്ക് വിദ്യാർത്ഥികൾക്ക് തന്നെ വളരെയധികം വിഷമമുണ്ടാക്കുന്നു ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ എന്ന് പറയേണ്ടി വരുമല്ലോ. തീർച്ചയായും ദേവിക, നമുക്കറിയാം PM ശ്രീ പദ്ധതിയിലൂടെ അംഗമായി കഴിഞ്ഞാൽ ഓരോ സ്കൂളിനും വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം തന്നെയാണ് മാഹി പന്തലിലെ IK കുമാരൻ ഹയർ സെക്കൻഡറി സ്കൂൾ. 2 വർഷമായി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ സ്കൂള്. അപ്പോൾ ആ ഘട്ടം മുതൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ സ്കൂളിൻ്റെ തനത് വികസനത്തിനൊക്കെ തന്നെ കൃത്യമായ ഫണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ സ്കൂൾ ഏറെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് വളരെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ സ്കൂളിൽ ലഭ്യമാകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സ്കൂളിൽ നിന്ന് പഠനാവശ്യങ്ങൾക്കൊക്കെ ടൂറൊക്കെ പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ
അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ഈ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ടതോടുകൂടി സ്കൂളിലെ കുട്ടികൾക്ക്, അതായത് നിശ്ചിത 6 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് PM ശ്രീ പദ്ധതിയിലൂടെ ടൂർ പോകാൻ വേണ്ടി അവർ കേന്ദ്ര സർക്കാർ പ്രത്യേക ഫണ്ട് അനുവദിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനവീനമായ സാങ്കേതിക വിദ്യയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അടൽ ടിങ്കറിംഗ് ലാബ്, അതായത് 3D പ്രിന്ററും AI സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളെ പഠനത്തിൽ കൂടുതൽ മികവുറ്റവരാക്കാൻ വേണ്ടിയുള്ള എല്ലാ സഹായവും PM ശ്രീയിലൂടെ സ്കൂളിനെ സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 2 വർഷം കൊണ്ട് തന്നെ സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഘട്ട വികസനത്തിനായി സ്കൂൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വികസന പദ്ധതികൾ വരുന്നു. പല രീതിയിലുള്ള കുട്ടികളെ പ്രകൃതിയോട് അടുത്ത് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് മികച്ച സൗകര്യങ്ങൾ സ്കൂളിനെ സംബന്ധിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ലാബുകളാണെങ്കിൽ കമ്പ്യൂട്ടർ ലാബും കെമിസ്ട്രി ലാബും ബയോളജി ലാബും ഒക്കെ, ലാബുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലും മികച്ച രീതിയിൽ പണ്ടൊക്കെ പൊട്ടിയതും പൊളിഞ്ഞതുമായ ടെസ്റ്റ് ട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ PM ശ്രീയിലൂടെ ആ കാര്യങ്ങൾക്കൊക്കെ വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മാഹിയെ സംബന്ധിച്ച് സിലബസിൽ യാതൊരു മാറ്റവുമില്ല. അത് നിലവിൽ NCERT സിലബസ് തന്നെയാണ് അവിടെ, CBSE സിലബസ് തന്നെയാണ് അവിടെ പിന്തുടർന്ന് വരുന്നത്. ആ സിലബസ് തന്നെയാണ് ഇവിടെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെ പോലെ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ സിലബസ് മാറുന്നു എന്നൊരു ആരോപണം തന്നെ അവിടെ നിലനിൽക്കുന്നതല്ല. സിലബസോ മറ്റു കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല. കുട്ടികളുടെ അടിസ്ഥാന സൗകര്യമാണ് മാറുന്നത്. അവർക്ക് വലിയ സാധ്യത, പഠിക്കാനുള്ള വലിയ സാധ്യതകൾ മുന്നോട്ട് തുറന്നു വയ്ക്കുന്നു. എല്ലാ തരത്തിലും വികസനം, അത് തന്നെയാണ് PM ശ്രീ എന്ന് തന്നെയാണ് ഈ സ്കൂളിലെ കാഴ്ചകൾ നമ്മോട് വ്യക്തമാക്കുന്നത്. ദേവിക. ശരി മിഥുൻ.